ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെള്ളം കയറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ച് വന്നാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. എന്താ, ഇപ്പോൾ വെള്ളം കയറി തുടങ്ങി. ഇനി 2 മഴ കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ആ റോഡ് കവിയും. അല്ലേ, ആദ്യമൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ വന്നത് 2018 ഈ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം. ഈ ഏരിയയിലൊക്കെ വെള്ളമായിരുന്നു. ഇതൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ആദ്യം. പാടത്തൊക്കെ വെള്ളം ഏകദേശം കയറി തുടങ്ങിയിട്ടാ. വേണ്ട, ആഹാ, വെള്ളം കയറി തുടങ്ങിയല്ലോ. എന്താ, വെള്ളം ഏകദേശം കയറി തുടങ്ങി. എന്താ എന്താ ഇപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇനി വെള്ളം കയറുമ്പോൾ ബാക്കി അപ്ഡേഷൻ തരാമല്ലോ. എന്താ, ഇനി ഇവിടെയൊക്കെ നിറയും. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടാ. ഇനി ഇവിടെയൊക്കെ ഈ റോഡൊക്കെ കവിഞ്ഞു നോക്കിയിരുന്നു. കണ്ട, ഒക്കെ വെള്ളം കയറി. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ന്യൂസിൽ കാണുന്നുണ്ട് വെള്ളം കയറി കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇന്നിങ്ങനെ നിൽക്കണം. ഇവിടെയൊക്കെ സാധാരണ ഈ സമയമാകുമ്പോൾ വെള്ളം വേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വെള്ളം കയറുട്ടാ. ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങി. നോക്കി, കണ്ട, ഏകദേശം ഇങ്ങനെ പോവുകയാണെങ്കിൽ വെള്ളം കയറും. കണ്ട, കുറച്ചും കൂടി പൊന്തി കഴിഞ്ഞാൽ പിന്നെ ഈ റോഡുമ്മേക്ക് കയറും. പിന്നെ മൊത്തം പിന്നെ ഈ ഇതിൻ്റെ ഒരു കാലിനൊക്കെ ഉണ്ടാവും വെള്ളം. കാലിനല്ല, അരക്കൊക്കെ വെള്ളം ഉണ്ടാവും. അത് നമ്മൾ ചൂണ്ടിടാൻ പോയിരുന്ന സ്ഥലമാണ്. കണ്ട, അവിടെയൊക്കെ നമ്മൾ ചൂണ്ടിട്ടിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ രാലും കുട്ടികളൊക്കെ കണ്ടിരുന്നത്. നമ്മൾ ചൂണ്ടിടാൻ പോകുന്ന അങ്ങോട്ടാണ്. അവിടേക്കൊക്കെ പോയേക്കാം. ഇനി കുറച്ച് നമുക്ക് ഈ ഏരിയക്കൊന്നും വരാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയക്കൊന്നും വരാൻ പറ്റില്ല. അത്രയ്ക്കാവും പിന്നെ വെള്ളം. എന്നൊക്കെ അരക്കുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ. അതുമേലൊക്കെ കയറി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ ഏരിയ. എന്താ, ചാലൊക്കെ ഏകദേശം നിറഞ്ഞ്. ഏകദേശം പാടം ഫില്ലായിട്ടാ. കണ്ട, തേങ്ങ കൊലിച്ചോണ് ആരാണത് ഫുള്ളായി തുടങ്ങി. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കണ്ട, ഏകദേശം വെള്ളം ഫില്ലായി. അന്ന് ഞാനിവിടെ ചൂണ്ടിടാൻ വന്നിരുന്ന ഏരിയ ആണ് ഇട്ടത്. അന്ന് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം. അപ്പോൾ 2 ദിവസം മഴ അടച്ചുപിടിച്ച് ഇനിയും മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും വെള്ളം കയറും. കണ്ട, അന്ന് ഞാൻ ചൂണ്ടിട്ടിരുന്ന സ്ഥലം എന്താണ് കേട്ടോ. അപ്പോൾ രാലും കുട്ടികളൊക്കെ കണ്ടിരുന്നില്ലേ, അവിടേക്ക് ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല. അതൊക്കെ വഴുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, നടക്കുന്ന ഏരിയയിലൊക്കെ വെള്ളം നിറഞ്ഞു. അപ്പോൾ അതിനൊരു തീരുമാനമായി. പക്ഷെ നമുക്ക് ഏറ് ചൂണ്ടായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എറിയാനുള്ള സ്കോപ്പുണ്ട്. ആദ്യമൊന്നും ഈ കണ്ടത്തിൽ വെള്ളം ഇല്ലായിരുന്നു. ഈ കണ്ടത്തിൽ കാസ്റ്റ് ചെയ്യാനുള്ള വെള്ളം ഇല്ലായിരുന്നു. ഇപ്പോൾ കണ്ട വെള്ളം, ഇപ്പോൾ വെള്ളമായ സ്ഥിതിക്ക് കാസ്റ്റ് ചെയ്യാനുള്ള ചൂണ്ടയായിട്ട് വരണം. നാളെ തൊട്ട് ഇറങ്ങാം. ആദ്യം നമ്മുടെ ചൂണ്ടെറിയാനുള്ള വെള്ളം ഇല്ലായിരുന്നു പാടത്ത്. ഇപ്പോൾ പാടത്ത് ഏകദേശം വെള്ളം കയറി. അപ്പം ഇനി നമുക്ക് ചൂണ്ടയായിട്ട് ഇറങ്ങാം. ആദ്യം നമ്മൾ ഈ തോട്ടിൽ മാത്രമാണ് എറിഞ്ഞിരുന്നത്. അപ്പം ഇനി പാടത്തേക്കും കൂടി ഏറാക്കാം. അപ്പോൾ ഏതായാലും ചൂണ്ടെടുത്ത് കാണിട്ട് നാളെ ഇറങ്ങാം. ഏകദേശമൊക്കെ വെള്ളം നല്ല കയറിയിരിക്കുന്നു. എന്താ, അങ്ങോട്ടൊക്കെ ഇനി നമുക്ക് എന്നാൽ അപ്പുറത്തെ ഏരിയയ്ക്ക് ഒന്ന് പോയാൽ കേട്ടോ. അപ്പുറത്തെ ഏരിയയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെയൊക്കെ വെള്ളം കയറി. അതിന് കുറച്ച് നേരം അങ്ങോട്ട് കാണിച്ചു തരാം. അങ്ങോട്ടൊന്ന് പോയേക്കെ. എന്താ, അവിടെ വഴുക്കുണ്ട്, സൂക്ഷിച്ച് നടക്കണം. ഇതൊക്കെ ഇനിയിപ്പോൾ നാളേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു റോഡ് മറയും തോന്നുന്നു. വേണ്ട, മുട്ടി, ഇവിടെയൊക്കെ മുട്ടി. നാളേക്ക് ഏകദേശം മറയും. എന്താ,
ഇതൊക്കെ നമ്മൾ ചൂണ്ടിടാൻ പോയ ഏരിയ കേട്ടോ. ചാലൊക്കെ നിറഞ്ഞു തുടങ്ങി. സംഭവം കാണിച്ചുതരാം. ഏകദേശമൊക്കെ ഫില്ലായി തുടങ്ങി. സാധാരണ ഈ സമയമാകുമ്പോൾ ഇതിനൊക്കെ നിറയേണ്ടതാണ്. എന്താ വെള്ളം കയറി, മൊത്തം കയറി. കൊക്കുകളൊക്കെ ഉറക്കണം. കണ്ട, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ചൂണ്ടിടാൻ പോയിരുന്ന വഴിയാണ്, അവിടെയൊക്കെ നിറഞ്ഞ് വെള്ളം പറമ്പിലേക്കൊക്കെ കയറി തുടങ്ങി. കണ്ട, അപ്പോൾ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ ഇവിടെയൊക്കെ നിറയും. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇനി ചൂണ്ടയിട്ട് ഇറങ്ങണം, മീൻ ഉണ്ടാവും. ഇല്ല, ഓട്ടർഷൊന്നും ഇനി പോവില്ല. വെള്ളം നിറഞ്ഞാൽ കഴിഞ്ഞ്. അതാണ് നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ വിശേഷങ്ങൾ. കയറാതിരിക്കട്ടെ എന്നാണ് മാക്സിമം പ്രാർത്ഥിക്കുന്നത്. എത്ര പേരെ ദുരിതമാണ്. ക്യാബിലേക്ക് മാറി താമസിക്കണം, ബുദ്ധിമുട്ടാണ്. എന്തായാലും നിറയും തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. മഴ ഇനിയുണ്ടെന്നാണ് ന്യൂസിലൊക്കെ പറയുന്നത്. ഇപ്പോൾ ഓരോ ന്യൂസിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രദേശത്ത് വെള്ളം കയറി എന്നാണ്. നമ്മളിപ്പോഴത്തെ നമ്മളെ നാട്ടിലെ അവസ്ഥയാണ്. നമ്മൾ ചൂണ്ടിടാൻ വന്നിരുന്ന ഏരിയയാണ്. ഏകദേശം വെള്ളം കയറി തുടങ്ങി. ഇപ്പോൾ ഒരു ഇന്നത്തെ മഴ ഇന്നും നാളെയും കൂടി മഴയും കൂടി ഇതേമാതിരി പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കയറും ഉറപ്പായിട്ടും. കണ്ട, ഇതൊക്കെ നമ്മൾ ചൂണ്ടിടാൻ വന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ട, അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. കണ്ട, അവിടെയൊക്കെ മുട്ടി തുടങ്ങി. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. കണ്ട, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വെള്ളം കയറും എന്നുള്ളത് ഉറപ്പാണ്. കണ്ട, ആ ഏരിയ ഒക്കെ വെള്ളം കയറി തുടങ്ങി. കണ്ട, റോഡിനോട് മുട്ടി തുടങ്ങി. പാടൊക്കെ പുഴ മാതിരിയായി. കണ്ട, നമ്മൾ ആ ചൂണ്ടിടാൻ പോയിരുന്ന ഏരിയയാണ് അത്. കണ്ട, അവിടെയൊക്കെ വെള്ളം കയറി. കണ്ട, ആ ഏരിയക്കാണ് നമ്മൾ ചൂണ്ടിടാൻ പോയിരുന്നത്. നമ്മളെ വീഡിയോ കണ്ടവർക്കറിയാം, അതാണ് ഏരിയ. ഏകദേശം പുഴ മാതിരിയായി. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസുമായിട്ട് അടുത്ത വീഡിയോ വരാം കേട്ടോ. വെള്ളം കയറരുതെന്നാണ് പ്രാർത്ഥന. പിന്നെ കയറുന്ന വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക. കണ്ട, അടുത്തൊരു ഏരിയ. അവിടത്തേക്ക് പറമ്പിലേക്കൊക്കെ വെള്ളം കയറി. എന്താ പാട ഏരിയ. എന്താ തിരുക്കാച്ചാരി കുടയും പിടിച്ച് മഴയത്ത് നടക്കാനും വേണം ഒരു രോഗം. എന്താ നമുക്ക് ഏകദേശം നിറഞ്ഞ്. വേണ്ട, പറമ്പിലേക്കൊക്കെ വെള്ളം കയറി ആണ് അവസ്ഥ. ഈ വീഡിയോയുടെ അടുത്ത അപ്ഡേഷൻസ് ആയിട്ട് അടുത്ത വീഡിയോ വരാം കേട്ടോ. അപ്പോൾ ബൈ.